ഞാൻ ഓർക്കുകയാണ് ഈ ഹദീസ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവറുകൾ ഒരു 15 കൊല്ലം മുമ്പ് ഞാൻ ഈ മർക്കസിൽ നിന്ന് ഉസ്താദിന്റെ അടുത്ത് ഓതിയിട്ട് ഇറങ്ങുന്ന സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ രംഗത്ത് വലിയ പ്രശ്നമുള്ള കാലമാ. സുബ്ഹാനല്ലാഹ്, കാഞ്ഞങ്ങാട്ടിനടുത്ത് കല്ലൂരാവിയിൽ ഞങ്ങൾ വയലു പറയാൻ പോയി. ഉസ്താദ് വയലു പറയാൻ പോയി, കൂടെ ഞാനും പോയി തുഫൈലിയായിട്ട്. വയലു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല. കാരണം ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടിൽ പോകാൻ പറ്റാത്ത അക്രമമാണ്. എന്നിട്ട് തലശ്ശേരി വന്നിട്ട് സ്റ്റാർ കഫേ ഹോട്ടലിൽ നിന്നാ ഭക്ഷണം കഴിച്ചത്, കാഞ്ഞങ്ങാട്ടെന്ന് വയലു പറഞ്ഞിട്ട്. ആ കാലഘട്ടത്തിൽ ഞാനിപ്പം മെഞ്ഞാന്ന് 2 ദിവസം മുമ്പ് അതേ സ്ഥലത്ത് വയലു പറയാൻ പോയി. മർക്കസിനെ സംബന്ധിച്ച് വയലു പറയാൻ പോയി. വയലു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റ ഏറ് സ്റ്റേജ് മേൽ വന്ന് വീണ് നോക്കുമ്പോ മുട്ടയാ എറിഞ്ഞത്. മുട്ട എറിഞ്ഞിട്ട് സ്റ്റേജ് മേൽ കൊണ്ടിട്ട് അത് തെറിച്ചിങ്ങനെ അങ്ങ് പോയി. നമ്മളെ ശരീരത്തൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു അതും കൂടി മർക്കസിന് സംഭാവന എന്നാ എത്ര കൂലിട്ടൈൻ പഠിച്ചോണ്ട് എടുക്കുന്നു. ആ ഒരു മുട്ട വേണേ നമുക്ക് ലേലം ചെയ്ത് വിൽക്കുകയും ചെയ്യായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, നീ ബസ്സിന്റെ ഏറ്റവും ബാക്കിലെ സീറ്റിലിരുന്ന് യാത്ര ചെയ്യണം. ഞാൻ ചോദിച്ചു, അതിനെ കുലുക്കം കൊണ്ട് മനുഷ്യൻ അങ്ങെത്തിയ തലവേദനയായിട്ട് വേറെ കഴിയൂ. എന്നാ ബേക്കിന്ന് കുത്തൂലല്ലോ എന്നാ ഉസ്താദ് പറഞ്ഞത്. ബേക്കിലെ സീറ്റിൽ ഇരുന്നിട്ട് പോയാലും ബേക്കിന്ന് ഒരാൾക്ക് വന്ന് കത്തിയോട്ട് കുത്താൻ കഴിയൂലല്ലോ. ശേഖരൻ നെല്ലിക്കുത്ത് ഉസ്താദിനൊക്കെ കുത്തിയ കാലാണ്. അള്ളാഹു തലവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂല് അന്ന് ശിഷ്യന്മാർ ശത്രുക്കളുള്ള സമയത്ത് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വേണ്ട കരുത്ത് വേണം എന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. അതിന്നും നമ്മുടെ അസാധ്യത നടത്തുന്നു എന്ന് മാത്രം.